ഫെബ്രുവരി 1 വിശുദ്ധ ബ്രിജിഡ്. അയർലൻഡിലെ ഭാവിയിലെ മറ്റ് നിരവധി വിശുദ്ധരെ നേരിട്ട് സ്വാധീനിച്ചു. കൂടാതെ അവളുടെ നിരവധി മതസമൂഹങ്ങൾ രാജ്യത്തെ പുറംജാതീയതയിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള പരിവർത്തനം സുരക്ഷിതമാക്കാൻ സഹായിച്ചു. ബ്രിജിഡ് ജനിച്ചത് വിജാതീയനായ ഒരു പുരോഹിതൻ്റെയും ബ്രോയ്സെക് എന്ന ക്രിസ്ത്യൻ അടിമസ്ത്രീയുടെയും മകളായിട്ടാണ്. കുട്ടിയുടെ ഗർഭിണിയായ അമ്മയെ ചീഫ്റ്റൻ ഒരു പുതിയ മാസ്റ്ററിന് വിറ്റു. പക്ഷേ ഒടുവിൽ ബ്രിജിഡിനെ അവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരാർ ചെയ്തു. ഡി ബ്ലാക്ക്മിൻ്റെ അഭിപ്രായത്തിൽ കുട്ടി ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ സ്നാനമേറ്റു. അവളുടെ അമ്മ അവളെ കത്തോലിക്കയായി വളർത്തിയേക്കാം. അങ്ങനെ ഏകദേശം 10 വയസ്സുള്ളപ്പോൾ ബ്രോയ്സെക്കിൻ്റെ അടിമ ക്വാർട്ടേഴ്സിൽ നിന്ന് ഡബ്താച്ചിനും ഭാര്യയ്ക്കുമൊപ്പം താമസിക്കുന്നതിന് മുൻപ് അവൾ വിശ്വാസത്തിൽ നന്നായി രൂപപ്പെട്ടു. ചീഫ്റ്റിൻ്റെ വീട്ടിലെ പുതിയ സാഹചര്യങ്ങളിൽ ബ്രിജിഡിൻ്റെ വിശ്വാസം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രകടമായി. തൻ്റെ പിതാവിൻ്റെ സമൃദ്ധമായ ഭക്ഷണത്തിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും അവൾ ദരിദ്രർക്ക് ഉദാരമായി നൽകി. മുഴുവൻ കുടുംബാംഗമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തിരുന്ന ബ്രിജിഡിനെ ലെയിൻസ്റ്റർ രാജാവിന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഡബ്താച്ച് പ്രകോപിതനായി. എന്നാൽ ക്രിസ്ത്യൻ രാജാവ് ബ്രിജിഡിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെ മകൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഡബ്താച്ചിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അടിമത്തത്തിൽ നിന്ന് മോചിതയായ ബ്രിജിഡ് വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവൾക്ക് മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. അതിൽ സമർപ്പിത ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുന്നത് ഉൾപ്പെടുന്നു. കമിതാക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൾ സ്വന്തം മുഖം പോലും വികൃതമാക്കി. അവളുടെ മനസ്സ് മാറ്റാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഡബ്താച്ച് അവളുടെ പദ്ധതി പിന്തുടരുവാൻ ബ്രിജിഡിന് അനുമതി നൽകി. അങ്ങനെ ഒരു വിജാതീയനായ പ്രഭു തൻ്റെ അവിഹിത മകൾക്ക് അയർലൻഡിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനഃപൂർവ്വമല്ലാത്തതും എന്നാൽ വലിയ പങ്കുവഹിച്ചു. സമർപ്പിത മതജീവിതം ബ്രിജിഡിൻ്റെ കാലത്തിനു മുൻപ് ഐറിഷ് സഭയുടെ ഭാഗമായിരുന്നു. 7 കൂട്ടാളികളുള്ള ഒരു പ്രാരംഭ സംഘത്തോടു കൂടിയ ബ്രിജിഡ് അയർലൻഡിലെ സ്ത്രീകൾക്കായി സാമുദായിക സമർപ്പിത മതജീവിതം സമർപ്പിച്ചു. അർദാഗിലെ ബിഷപ്പ് മൈൽ വിശുദ്ധ പാട്രിക്കിൻ്റെ അനന്തരവൻ, പിന്നീട് വിശുദ്ധ മൈൽ ഒരു കന്യാസ്ത്രീയായി ബ്രിജിഡിൻ്റെ തൊഴിൽ സ്വീകരിച്ചു. പാരമ്പര്യമനുസരിച്ച് അവളുടെ മുഖത്ത് വരുത്തിയ രൂപഭേദം അന്നും അപ്രത്യക്ഷമാകുകയും അവളുടെ സൗന്ദര്യം തിരികെ വരികയും ചെയ്തു. അർദാഗിലുണ്ടായിരുന്ന കാലത്ത് വിശുദ്ധ മൈൽ ഗ്രൂപ്പിൻ്റെ ഉപദേശകനായി സേവനമനുഷ്ഠിച്ചു. 488 അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ബ്രിജിഡിൻ്റെ കമ്മ്യൂണിറ്റിക്ക് പുനരധിവാസത്തിനുള്ള ഒരു വാഗ്ദാനം ലഭിച്ചു. അവർ അവിടെ സ്ഥാപിച്ച പ്രധാന ആശ്രമത്തിന് ശേഷം അവരുടെ ലക്ഷ്യസ്ഥാനം ഇന്ന് കിൽഡെയർ എന്നറിയപ്പെടുന്നു. ഒരു കന്യാസ്ത്രീ എന്ന നിലയിലുള്ള ബ്രിജിഡിൻ്റെ ജീവിതം പ്രാർത്ഥനയിൽ വേരൂന്നിയതായിരുന്നു. എന്നാൽ അതിൽ കാര്യമായ ശാരീരിക അധ്വാനവും ഉൾപ്പെടുന്നു. തുണി നിർമ്മാണം, പാലുൽപാദനം, ആടുകളെ വളർത്തൽ അയർലൻഡിലും ക്രിസ്ത്യൻ ലോകത്തെ മറ്റു പല പ്രദേശങ്ങളിലെ എന്ന പോലെ ജോലിയുടെയും പ്രാർത്ഥനയുടെയും ഈ സാമുദായിക സംയോജനം 6-ാം നൂറ്റാണ്ടിൽ ധാരാളം ആളെ ആകർഷിച്ചു. എന്നിരുന്നാലും അറിയപ്പെടുന്ന ഒരേയൊരു ഐറിഷ് ഇരട്ട ആശ്രമം എന്ന നിലയിൽ കിൽഡെയർ അദ്വിതീയമായിരുന്നു. അതിൽ ബിഷപ്പ് വിശുദ്ധ കോൺലെത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകം പാർപ്പിടമുള്ള ഒരു പുരുഷ സമൂഹം ജീവിച്ചിരുന്നു. ഈ പ്രധാന ആശ്രമത്തിൽ നിന്ന് ബ്രിജിഡിൻ്റെ പ്രസ്ഥാനം അയർലൻഡിലെ ഒരു വലിയ ഭാഗം ഉൾക്കൊള്ളുന്നു. ബ്രിജിഡ് ദ്വീപിലുടനീളം വ്യാപകമായി സഞ്ചരിച്ചു, പുതിയ വീടുകൾ സ്ഥാപിക്കുകയും സന്യാസത്തിൻ്റെ സവിശേഷമായ ഐറിഷ് രൂപം കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്ന് വ്യക്തമാണ്. അവൾ യാത്ര ചെയ്യാതിരുന്നപ്പോൾ നിരവധി തീർത്ഥാടകർ, പ്രമുഖ പുരോഹിതന്മാരും ഭാവിയിലെ ചില സന്യാസിമാരും ഉൾപ്പെടെ കിൽഡെയറിലേക്ക് പോയി മഠാധിപതിയുടെ ഉപദേശം തേടി. ബ്രിജിഡിൻ്റെ നേതൃത്വത്തിൽ അയർലൻഡിലെ വിജയമായ ക്രിസ്തീയവൽക്കരണത്തിൽ കിൽഡെയർ ഒരു പ്രധാന പങ്കുവഹിച്ചു. 525ഓടെ കിൽഡെയറിലെ വിശുദ്ധ ബ്രിജിഡ് അന്തരിച്ചു.